പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഗയ ബീഹാറിലുള്ള പുതിയൊരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ 10ാം ക്ലാസ് കൂടാതെ ട്രേഡുകൾ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ 10ാം ക്ലാസ് ഉള്ള ഏതൊരു വ്യക്തിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും തീർച്ചയായും അവസാനം വരെയും കണ്ട് മനസ്സിലാക്കുക. ശേഷമായിട്ട് നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റു ഡീറ്റെയിൽസ് എല്ലാം പറയാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ കേഡറ്റ് ഓർഡർലി ആണ് വിളിച്ചിട്ടുള്ളത്. 13 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. പേ സ്കെയിൽ ഏകദേശം 18,000-നും 56,900-നും ഇടയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അടുത്തതായിട്ട് 10ാം ക്ലാസ് യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതായി ഗ്രൗണ്ട്സ്മാൻ ആണുള്ളത്. 3 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. 18,000-നും 56,900 രൂപയ്ക്കും ഇടയ്ക്കാണ് സാലറി സ്കെയിൽ പറയുന്നത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST അതുപോലെ കാസ്റ്റ് വൈസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ വേഗം പറയുന്നത്. അടുത്തതായിട്ട് യോഗ്യത മെട്രിക്കുലേഷൻ മാത്രം മതി, 10ാം ക്ലാസ് മതി. അതുകൂടാതെ ഗ്രൗണ്ട്സ്മാനുമായിട്ടുള്ള ജോലി കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ബാർബർ ആണ്, 1 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. 18,000-നും 56,900-നും ഇടയ്ക്കാണ് സാലറി പറയുന്നത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അതുപോലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശേഷമായിട്ട് ബാർബർ ട്രേഡുമായിട്ട് ബന്ധവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 ഇയർ എക്സ്പീരിയൻസ് ട്രേഡ് സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാർപെന്റർ ആണ് വിളിച്ചിട്ടുള്ളത്. 2 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. പേ സ്കെയിൽ 19,900-നും 63,200-നും ഇടയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 10ാം ക്ലാസ് യോഗ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ചോദിക്കുന്നുണ്ട്. ഓക്കെ, സിനിമ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് പറയുന്നുണ്ട്. ഏകദേശം 1 വേക്കൻസിയാണ് പറയുന്നത്. 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ് സാലറി പറയുന്നത്. 18-നും 25 വയസ്സിനുമുള്ള ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മെട്രിക്കുലേഷൻ പറയുന്നുണ്ട്. അതുകൂടാതെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ ട്രേഡും ചോദിക്കുന്നുണ്ട്. അടുത്തതായിട്ട് സിവിൽ മോട്ടോർ ഡ്രൈവർ ആണ്, ഓർഡിനറി ഗ്രേഡ് ആണ് വിളിക്കുന്നത്. 8 വേക്കൻസികളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. സാലറി 19,900-നും 63,200-നും ഇടയ്ക്കാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18-നും 27 വയസ്സിന് ഇടയ്ക്കുള്ളവർക്കാണ്. അതുപോലെ തന്നെ കാസ്റ്റ് തരത്തിലുള്ള റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട്. മെട്രിക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സിവിലിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി വെഹിക്കിളിന്റെ വേണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 2 ഇയേഴ്സ് എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഓക്കെ, കുക്ക് 14 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 14 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. പേ സ്കെയിൽ ഏകദേശം 19,900-നും 63,200 രൂപയ്ക്കും ഇടയ്ക്കാണ് പറയുന്നത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. കാസ്റ്റ് തലത്തിലും മറ്റ് റിലാക്സേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആർമി, നേവി, എയർഫോഴ്സുമായിട്ട് റെൻഡർ ചെയ്യുന്നവർക്കും ആ തരത്തിലുള്ള റിലാക്സേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ കുക്കിങ്ങുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലൊരു പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ഓക്കെ, സൈക്കിൾ റിപ്പയറർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. 3 വേക്കൻസികളാണ് പറയുന്നത്. 18,000-നും 56,900-നും ഇടയ്ക്കാണ് സാലറി സ്കെയിൽ പറയുന്നത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഏകദേശം 5 വർഷം റിലാക്സേഷൻ പറയുന്നുണ്ട്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ബോർഡിലായിരിക്കും ട്രേഡ്. അങ്ങനെ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അടുത്തതായിട്ട് EBR എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ 1 വേക്കൻസിയിലേക്കാണ് വിളിക്കുന്നത്. 18,000-നും 56,900-നും ഇടയ്ക്കാണ് സാലറി. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. മെട്രിക്കുലേഷൻ പാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റൈൽ, ലെതർ റിപ്പയറിംഗ് അതുപോലൊക്കെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്രൂം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രേഡിലേക്ക് വിളിക്കുന്നുണ്ട്. 2 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാം. OBC 3 വർഷം വരെ റിലാക്സേഷൻ കിട്ടും. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് പാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൂമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ട്രേഡുകളോ മറ്റു കാര്യങ്ങളോ എക്സ്പീരിയൻസ് ഉള്ളവരായി. ലബോറട്ടറി അറ്റൻഡന്റിന് വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് 18-നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. അതുപോലെ 10ാം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത്. അതുകൂടാതെ സയൻസുമായിട്ട് ബന്ധമുള്ളവരായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ താഴെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് കയറുന്നു. അടുത്തായിട്ട് മസൽച്ചി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. അതിൽ 2 വേക്കൻസികളാണ് പറയുന്നത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഷെഡ്യൂൾഡ് കാസ്റ്റിന് 5 വർഷം വരെ റിലാക്സേഷൻ ഇവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ 10ാം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത്. അതുപോലെ തന്നെ മലാഷിയുടെ ഡ്യൂട്ടീസ് എല്ലാം നിങ്ങൾ ചെയ്യേണ്ടതായിട്ട്. അടുത്തതായിട്ട് MTS ചൗദിക്കാർ പറയുന്നുണ്ട്. 11 വേക്കൻസികളാണ് പറയുന്നത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏജ് റിലാക്സേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നോക്കി മനസ്സിലാക്കുക. അടുത്തതായിട്ട് മെട്രിക്കുലേഷൻ പാസ്സാണ് പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. MTS ഗാർഡനർ പറയുന്നത് 3 വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ. 10ാം ക്ലാസ് പാസ് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഗാർഡനർ ട്രേഡ് പഠിച്ചിട്ടുള്ളവരായിരിക്കണം. 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. MTS സഫേവാലയാണ് 11 വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. 18നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഫേവാലയുടെ ഡ്യൂട്ടീസ് എന്നുള്ള 1 ഇയർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. അടുത്തതായിട്ട് MTS മെസ്സഞ്ചർ പറയുന്നുണ്ട്. ഒരു വേക്കൻസിയാണ് പറയുന്നത്. 18നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ്, അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ മെസ്സഞ്ചറിന്റെ ജോബ് നിങ്ങൾ 1 വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. അടുത്തായിട്ട് ഫോട്ടോസ്റ്റാറ്റ് ഓപ്പറേറ്റർ 18നും 27 വയസ്സിനും ഇടയ്ക്കാണ് അപേക്ഷിക്കാൻ അവസരം. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഓപ്പറേറ്റിംഗ് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ. ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. സാനിറ്ററി ഓവർസിയർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഒരു വേക്കൻസിയാണ്. ഏകദേശം 18നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ജോലി നിങ്ങൾ 2 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. സ്റ്റോർമാൻ വിളിച്ചിട്ടുണ്ട്. ഒരു വേക്കൻസിയാണ് പറയുന്നത്. 18നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. മെട്രിക്കുലേഷൻ പാസ്സായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ 1 വർഷം സ്റ്റോർമാനായിട്ടൊക്കെ എക്സ്പീരിയൻസും പറയുന്നുണ്ട്. അടുത്തതായിട്ട് സൂപ്പർവൈസർ പ്രിന്റിംഗ് പ്രസ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അവസരം. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആണ് പഠിച്ചിട്ടുണ്ടാകേണ്ടത്. 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ റിലവന്റ് ട്രേഡ്. ഏതാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അതുമായിട്ട് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ടൈലർ വിളിച്ചിട്ടുണ്ട്. ഒരു വേക്കൻസിയാണ്. 18നും 27 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. 10ാം ക്ലാസ് പാസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1 വർഷം നിങ്ങൾ ടൈലർ ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വാഷർമാൻ പറയുന്നുണ്ട്. 2 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. 18നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. 10ാം ക്ലാസ് പാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മിലിറ്ററി അല്ലെങ്കിൽ സിവിലിയൻ ഡ്രസ്സ് നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. മിലിറ്ററി ഓർ സിവിലിയൻ ക്ലോത്ത്സ് നിങ്ങൾക്ക് നല്ലപോലെ വാഷ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പോൾ അടുത്തതായിട്ട് കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. പ്ലേസ് ഓഫ് എക്സാമിനേഷൻ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ഗയ ബീഹാറിലാണ്. അതുപോലെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന PDF നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ആണെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കാനും മറക്കണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ടാവും.